ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 10 തിങ്കൾ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും ലേഖനം തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇന്ന് നിങ്ങൾ ബൈബിൾ നിർബന്ധമായും എടുക്കണം. കാരണം ബൈബിളിൽ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ബൈബിൾ വെച്ച് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഇന്ന് നിങ്ങൾ കുറച്ച് ലിസ്റ്റ് മാർക്ക് ചെയ്യും. ഉപേക്ഷിക്കേണ്ട ഒരു 13 തിന്മകൾ ഞാൻ പറഞ്ഞുതരും. കർത്താവ് പഠിപ്പിച്ചതാണ്. ഉപേക്ഷിക്കേണ്ട 13 തിന്മകളും ശ്രദ്ധിക്കേണ്ട ഒരു 7 നന്മയുടെ പുണ്യത്തിൻ്റെ മേഖലകളും. അത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് പാപത്തേക്ക് ഉപേക്ഷിക്കാൻ നമ്മൾ ബോധപൂർവമായ എഫേർട്ട് എടുക്കുന്ന ഒരു കാലത്ത് ഏതൊക്കെ പാപത്തെ നമ്മളിൽ നിന്ന് മാറ്റാൻ ശ്രദ്ധ ചെലുത്തണം, ഒപ്പം അഭ്യസിക്കേണ്ട പുണ്യങ്ങളെക്കുറിച്ചും നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ബൈബിൾ തുറന്നു വെക്കുക. സുവിശേഷ ഭാഗം മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നത് 15-ാമത്തെ വാക്യമാണ്. ബൈബിൾ എടുത്ത 15-ാമത്തെ വാക്യം. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? പാപം പുറത്തല്ല പ്രിയമുള്ളവരെ. പാപത്തിൻ്റെ കാരണത്തെ പുറത്ത് തേടരുത്. നമുക്കെന്നുമുള്ള പ്രലോഭനമാണ് പുറത്തുള്ളതിലേക്ക് പാപം ആരോപിക്കും. എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്ന് അത്തരം പഠിപ്പീരുകൾ പോലും കൂടുന്നത്. അത് തിന്നരുത്, അങ്ങോട്ട് നോക്കരുത്, അവിടെ കയറരുത്, അവരോട് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് പാപത്തെ നമുക്ക് പുറത്ത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇന്ന് കൂടുകയാണ്. അതുകൊണ്ട് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നത് അത് കഴിക്കാവോ, ഇത് അവിടെ അങ്ങോട്ട് പോകാവോ, അവിടെ കയറാവോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താ? പാപത്തെ പുറത്ത് തേടാനുള്ള ട്രെൻഡ് ഇന്ന് വല്ലാണ്ട് കൂടുന്നു. അതിനുള്ള ഉത്തരം കർത്താവ് അന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പാപത്തെ പുറത്ത് തേടരുത്, പാപം ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഇന്നുണ്ടാകുന്ന അതേ കൺഫ്യൂഷൻ അന്ന് ശിഷ്യന്മാർക്കും ഉണ്ടായി കാണും. അതുകൊണ്ടാണ് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവർക്കിത് മനസ്സിലായില്ല. അതുകൊണ്ടായിരിക്കും സാധാരണ ശിഷ്യന്മാർ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. വല്ലതും പറഞ്ഞാൽ തലയാട്ടി കേട്ടിട്ട് പോകാറേ ഉള്ളൂ. ഇതവർക്ക് മനസ്സിലായിട്ടില്ല. അവർ പറഞ്ഞു, എന്താ കർത്താവ് നീ ഉദ്ദേശിച്ചത്? പാപം പുറത്തല്ല അകത്താണെന്ന് പറഞ്ഞപ്പോൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം നോക്കി എന്ത് പ്രാക്ടിക്കലാണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. 19-ാമത്തെ വാക്യം. പുറത്തുനിന്ന് വരുന്ന ഒന്നും നിൻ്റെ ഹൃദയത്തിലേക്ക് കയറത്തില്ല. പുറത്തുനിന്ന് വരുന്ന ഒന്നും നീ അനുവദിക്കാതെ നിൻ്റെ ഹൃദയത്തിലേക്ക് കയറത്തില്ല. കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ മേഖല ഹൃദയമാണ്. ഹൃദയത്തിലേക്ക് പുറത്തുനിന്ന് വരുന്ന ഒന്നിനും പ്രവേശനമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപത്തെ പുറത്തു തേടാതെ ഉള്ളിൽ തേടുക. ഹൃദയം വിമലീകരിക്കുന്ന കാലമാക്കി ഈ കാലത്തെ മാറ്റുക. ഉള്ളു വെടിപ്പാക്കുന്ന കാലമായി നോമ്പ് കാലം മാറട്ടെ. ഞാൻ സാധാരണ തമാശയ്ക്കെപ്പോഴും പറയാറുണ്ട്, ഒരു കാറിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് നല്ല കട്ടക്കറുത്ത പുക വരുമ്പോൾ, എക്സോസ്റ്റിൽ നിന്ന് വരുന്നത് കട്ടക്കറുത്ത പുകയാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് വണ്ടിക്ക് പെയിൻ്റ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാറിന് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. അത് എൻജിൻ്റെ പ്രശ്നമാണ്, എൻജിൻ ഇഷ്യൂ ആണ്. അത് അവിടെ കറക്റ്റ് ചെയ്യണം. അതുപോലെയാണ് ചില കാര്യങ്ങൾ പുറത്ത് പരിഹരിക്കാൻ പോകരുത്. ഉള്ളിൽ പ്രശ്നമുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ടത പുറപ്പെടുന്നത്. ഈശോ അന്നേ പറഞ്ഞു. അതുകൊണ്ട് ഹൃദയം വെടിപ്പാക്കുന്ന കാലമാക്കി ഈ നോമ്പ്. അതുകൊണ്ടാണ് നമ്മൾ മാർപ്പാപ്പ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചില റൈറ്റപ്പൊക്കെ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നില്ലേ. ശരിക്കും അത് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. ബാഹ്യമായ കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ. നോമ്പ് കാലത്ത് പോലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറമേയുള്ള കാര്യങ്ങളിലാണ്. പുറമേയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാകണം? അതിൻ്റെ ഉദ്ദേശം എന്താ? ഉള്ളു വെടിപ്പാക്കാനായിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈശോദേ 13 തിന്മകൾ കർത്താവ് തമ്പുരാൻ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ 13 തിന്മ ശ്രദ്ധിക്കണം. കർത്താവ് പറയുന്നു, എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഏതൊക്കെ പാപങ്ങൾ വരുന്നത്. ഈ 13 പാപങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് വരച്ചിട്ടേക്ക്. 21-ാമത്തെ വാക്യമാണത്. മർക്കോസ് 7-ാം അധ്യായം 21-ാം വാക്യം. ദുഷ്ചിന്ത. ഒന്നാമത്തത് ദുഷ്ചിന്ത. 2 പരസംഘം. 3 മോഷണം. 4 കൊലപാതകം. 5 വ്യഭിചാരം. 6 ദുരാഗ്രഹം. 7 ദുഷ്ടത. 8 വഞ്ചന. 9 ഭോഗാസക്തി.
10 അസൂയ, 11 ദൂഷണം, 12 അഹങ്കാരം, 13 മൂഢത. ശരിക്കും നിങ്ങൾ ഗൗരവത്തോടെ നിങ്ങളുടെ ആത്മീയ വളർച്ചയെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് ഈ 13 പാപങ്ങൾ ശ്രദ്ധിച്ചേ. ഇത് എത്ര അളവിൽ നമ്മളിലുണ്ടെന്നൊരു ആത്മശോധന, ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് നടത്തണം. ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. നമുക്കത് മെച്ചമായിട്ട് മാറും. എന്നിട്ട് ഈ പാപത്തിൻ്റെ മേഖലയെ മാറ്റിയിട്ട് പുണ്യത്തിൻ്റെ മേഖലയെ വളർത്തണം. അതാണ് ഇന്നത്തെ ലേഖനത്തിൽ കിടക്കുന്നത്. ലേഖനം എടുത്തേ, തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1ഉം 2ഉം വാക്യങ്ങളിലായിട്ട് 7 പുണ്യങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ആ പുണ്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു. അത്രയും 13 പാപമേഖലയെ ഒഴിവാക്കിയിട്ട് ഈ 7 പുണ്യങ്ങളിലേക്ക് നമ്മൾ വളരാൻ പോവുകയാണ്. ഒന്നാമത്തത് അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. അതായത് അത് പുണ്യമാണെന്ന്. ഇന്ന് അധികാരികൾക്ക് കീഴ്പ്പെടുന്നത് അടിമത്തമാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്ത് ഇതിനെ ഗൗരവത്തോടെ എടുക്കണം. അധികാരത്തിന്, ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്തിന് കീഴ്പ്പെടുന്നത് പുണ്യമാണ്. അധികാരത്തിന് മേലുള്ള വിധേയത്വം അടിമത്തമല്ല. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അത് പുണ്യമാണ്. ഒന്നാമത്തത്. 2 അനുസരണ. വീണ്ടും അനുസരണം അടിമത്തമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് ഇതിന് റെലവൻസ് കൂടുകയാണ്. അനുസരണം പുണ്യമാണ്. അപ്പോൾ വിധേയത്വം, അനുസരണം. 3-ാമത്തത് സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കുക. നമ്മളോട് ആവശ്യപ്പെടുന്നത് പാപമല്ലെങ്കിൽ, നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം പാപമല്ല, ആ പറയുന്ന കാര്യത്തിൽ ഒരു നേരുണ്ട്, സത്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ സന്നദ്ധത എപ്പോഴും കാണിക്കണം. 3-ാമത്തത്. 4-ാമത്തത് ആരെയും പറ്റി തിന്മ പറയാതിരിക്കുക. ശരിക്കും നമ്മളൊക്കെ ഏറ്റവും അധികം വീഴുന്ന കുഴിയാണത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരെയും പറ്റി എന്ത് സിമ്പിളായിട്ടാണത് പൗലോസ്ലീഹ പറഞ്ഞു തരുന്നത് പ്രാക്ടിക്കലായിട്ട്. ആരെയും പറ്റി തിന്മ പറയാതിരിക്കുക. 4-ാമത്. ഈ നോമ്പുകാലത്ത് ഇത്രയൊക്കെ ചെയ്താൽ മതിയെന്ന് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വെടിപ്പാകും. 5-ാമത്തത് കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഒരു സിറ്റുവേഷൻ വരികയാണ്, നമുക്ക് മനസ്സിലായി ഇത് വഴക്കാണ്, സമാധാന ദൂതനാകാൻ പറ്റിയില്ലെങ്കിലും ആ സ്പേസിൽ നിന്ന് മാറിയേക്ക്. നമ്മളവിടെ നിന്നാൽ കാര്യങ്ങൾ പരിഹരിക്കുകയല്ല, ചിലപ്പോൾ വഷളായി പോകുമെന്ന് മനസ്സിലായി. ഇത് അവസാനം വഴക്കിലേ കലാശിക്കൂ. അത്തരം സംസാരങ്ങളിൽ നിന്ന് മാറിയേക്ക്. ചില മനുഷ്യരുണ്ട് ടോക്സിക്കാണ്. അത്തരം ആളുകൾ ഇന്നും ഉണ്ട്. ടോക്സിക്കാണ്. അവരോട് മിണ്ടിയിട്ട് പരിഹാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ പറയത്തില്ലേ, സംസാരിച്ച് തീർക്കാം. രസമുള്ള കാര്യം, ഒരു പ്രശ്നവും സംസാരിച്ച് തീർന്നിട്ടില്ല, സംസാരിച്ച് വഷളാകാറേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, ആ സ്പേസിൽ നിന്ന് മാറുക, കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അത് 5-ാമത്തത്. അടുത്തത് സൗമ്യരായിരിക്കുക. വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഗുണമാണ് സൗമ്യത, കൈൻഡ് ഓഫ് ജെൻറ്റിൽനെസ്. നിങ്ങൾക്കറിയാവോ, ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളിൽ ഒന്നാണ് സൗമ്യത. ഇന്നെല്ലാവരും ആക്രോശിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുമ്പോൾ സൗമ്യത അഭ്യസിക്കണം. അല്പം കൂടെ ശാന്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സൗമ്യതയോടെ ഇടപെടാനും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അപ്പനമ്മമാരൊക്കെ ഇതൊന്ന് പഠിച്ചാൽ തന്നെ ഉണ്ടല്ലോ, പിള്ളേർക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ തോന്നും. ഇത് പ്രശ്നം സൗമ്യത ആർക്കുമില്ല. എല്ലാവരും വെട്ടൊന്ന് മുറി 2ആണ്. കുറച്ചുകൂടെ ജെൻറ്റിലായിട്ട് നമുക്ക് ഇടപെടുന്ന കാലമാക്കി ഈ കാലം മാറ്റാം. ഒടുക്കം മര്യാദ പ്രകടിപ്പിക്കുക. ഒരു ബേസിക് കേർട്ടസി, മര്യാദ പ്രകടിപ്പിക്കുക. നിങ്ങൾ ഈ 7 നിങ്ങളുടെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വരച്ചിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലസ് 364 വളരെ പ്രാക്ടിക്കലാക്കി മാറ്റുകയാണ്. അത് ഈശോ തമ്പുരാൻ പറഞ്ഞതും പൗലോസ്ലീഹ പറഞ്ഞതും കൂടെ ചേർത്ത് വെച്ചതാണ്. 13 പാപങ്ങളെ ഒഴിവാക്കാനും 7 പുണ്യങ്ങളെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അഭ്യസിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ലേഖന ഭാഗം ബാക്കി അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ പുണ്യം അഭ്യസിക്കണം. അതിന് കാരണം ഇതൊന്നും അഭ്യസിക്കാൻ പറ്റാതെ അടിമത്തത്തിൽ കിടന്നൊരു കാലമുണ്ടായിരുന്നെന്നും കർത്താവ് അവൻ്റെ പീഡാസഹനവും മരണവും വഴി നമുക്കായി ഈ വിശുദ്ധിയുടെ കവാടം തുറന്നുവെന്നുള്ള വിചാരമുണ്ടെങ്കിൽ ആ വിചാരത്തിൻ്റെ പുറത്താണ് ഈ പുണ്യങ്ങളിലേക്ക് താല്പര്യമുണ്ടാകേണ്ടത്. ഈ പുണ്യങ്ങളിലേക്ക് നമ്മൾ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിരർത്ഥകമാക്കുന്നത് ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയുമാണെന്ന് ഓർക്കണേ. അപ്പോൾ അവൻ്റെ പാടുപീടയോർത്ത്, അവൻ്റെ മരണമോർത്ത് പുണ്യം അഭ്യസിക്കാൻ ഈ കാലത്ത് നമുക്ക് ബോധപൂർവമായ ശ്രമം നടത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, ഇന്ന് ലഭിച്ച വചനത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, പാപം ഞങ്ങൾക്ക് പുറത്തല്ലെന്നും അത് ഉള്ളിലാണെന്നും ഞങ്ങൾ തിരിച്ചറിയട്ടെ. ഉള്ളു വെടിപ്പാക്കുന്ന കാലമായി ഈ നോമ്പ് കാലം മാറട്ടെ. പാപചായ്വുകളെ മാറ്റി പുണ്യം അഭ്യസിപ്പിച്ച് ഒരു വിമലീകരണത്തിൻ്റെ കാലമായി
ഈ നോമ്പ് കാലം മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.